ഞാന് കറക്റ്റായിട്ട് പ്രോപ്പർ ടൈമിൽ തന്നെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത്. ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റി. ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്യുക തന്നെയാണ് ചെയ്തത്. നേരിട്ടൊരു ലൈബ്രറി പോയി ഇന്റേൺഷിപ്പ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് അധികം പഠിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ഞാൻ നോക്കിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ എനിക്ക് വന്നത് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാൻ നോക്കിയിട്ടുള്ള പോർഷൻസ് തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്നതും. അതുകൊണ്ട് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ കുറച്ച് എല്ലാ പേപ്പേഴ്സും കുറച്ച് ടഫ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അതില് ഓൾമോസ്റ്റ് എല്ലാം എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച ഏറ്റവും പാടായിരിക്കുമെന്ന് വിചാരിച്ചത് ഓർഗനൈസിങ് ആൻഡ് മാനേജിങ്, പിന്നെ മാനേജ്മെന്റ് ഓഫ് ലൈബ്രറി, ആ പേപ്പേഴ്സ് ആണ്. പക്ഷെ അതൊക്കെ എനിക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി പ്രതീക്ഷിച്ച അത്രയും ടഫ് ആയിരുന്നില്ല. പിന്നെ പ്രാക്ടിക്കൽസും കുറച്ച് നല്ല ബുദ്ധിമുട്ടാവുമെന്നാണ് വിചാരിച്ചത്. എനിക്കാണെങ്കിൽ ലീവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ലോങ് ലീവൊക്കെ എടുത്തിട്ടാണ് ആക്ച്വലി ഈ ഇന്റേൺഷിപ്പും ഈ എക്സാംസിനും ഒക്കെ ഞാൻ ചെയ്യുന്നത്. കുറച്ചധികം ലീവ് എടുത്ത് നമുക്ക് നോർമൽ ലീവുകളൊന്നും കിട്ടില്ല. പ്രതീക്ഷിച്ച അത്ര ആയിട്ടില്ല, ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിന്റെ റിസൾട്ട് വന്നിട്ട് MLIS ജോയിൻ ചെയ്യണം. MLIS പിന്നെ പതിയെ നെറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്.